ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു രാത്രി കൂടി കർത്താവ് എനിക്ക് കാണുമെന്ന ദൈവസ്നേഹത്തോട് നന്ദി പറഞ്ഞു. ഈ രാത്രിയുടെ യാമത്തിൽ ദൈവസനിലേക്ക് വീണ്ടും കടന്നു വരുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10 തുടങ്ങി 17 വരെ വാക്യമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ദൈവം മോശയെ ദൈവത്തിന് പ്രയോജനപ്പെടാൻ ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നതാണ്. 3-ാം അധ്യായം തുടങ്ങി നമ്മൾ വായിക്കണം ആ പുറപ്പാട് പുസ്തകം. എന്നാലേ മോശനെ പറ്റി വ്യക്തമായിട്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവം തിരഞ്ഞെടുക്കുന്നതും മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന വിധവുമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദൈവം ഒരു വ്യക്തിയെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, ആ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളുടെ ക്വാളിറ്റികൾ. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾക്കൊരു പ്രത്യേകതകളുണ്ട്. എന്നാൽ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളുടെ പ്രത്യേകതയും ഉണ്ട്. ഞാൻ ഈ 2 കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ദൈവം മോശനെ വിളിക്കുമ്പോൾ മോശ അവിടെ ഒഴിവുകളൊക്കെ പറയുന്നുണ്ട്. ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണെന്നൊക്കെ പറയുന്നുണ്ട്. ദൈവം ക്വാളിറ്റി നോക്കിയിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. മോശ ഒഴിഞ്ഞു മാറാനൊക്കെ നോക്കി. പക്ഷേ ദൈവം പറയുന്ന കാര്യമുണ്ട്, ഊമനും ചേട്ടനൊക്കെ സൃഷ്ടിച്ച ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ദൈവം തിരഞ്ഞെടുക്കുന്ന രീതിയും മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന രീതിയെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മോശനെ ദൈവം തിരഞ്ഞെടുത്ത് മോശ 40 വർഷം ഭംഗിയായിട്ട് ദൈവത്തിന് വേല ചെയ്തു. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മോശ ചെയ്തു. പിന്നെ മോശ ദൈവത്തോട് ഒരു പാവം ചെയ്തത്, പാറനോട് കൽപ്പിക്കാൻ പറഞ്ഞിട്ട് പാറനെ അടിക്കുകയുണ്ടായി. അതാണ് മോശ ഒരു പാവമായിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന ബൈബിളിൽ നിന്ന്. പക്ഷേ മോശ നല്ല ഭംഗിയായിട്ട് ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നടത്തി ജനത്തെ. ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ജനത്തെ എങ്ങനെ നടത്തണം, ആ രീതിയിലാണ് മോശ ജനത്തെ നടത്തിയത്. പക്ഷേ നമ്മൾ ലോകപ്രകാരം നോക്കുമ്പോഴും ആത്മീയമായി നോക്കുമ്പോഴും ലോകപ്രകാരമുള്ള മന്ത്രിമാരെ നമ്മൾ നോക്കുമ്പോൾ തട്ടിപ്പും ചതിയും വഞ്ചനയും തരവഴിയുമായിട്ടൊക്കെയാണ് പോണത്. എന്നാൽ ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും തട്ടിപ്പിലൂടെ വഞ്ചനയിലൂടെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. കാരണം അത് 101-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, വഞ്ചന ചെയ്യുന്നവൻ എൻ്റെ വീട്ടിൽ വസിക്കുകയില്ല, ഭോഷ്ക്ക് പറയുന്നവൻ എൻ്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുകയില്ലെന്ന്. അപ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട് ആ വ്യക്തികളെ ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണേ. ഇപ്പോൾ മോശനെപ്പറ്റി നമ്മൾ നോക്കുമ്പോൾ 30 ലക്ഷം ജനത്തെയാണ് മോശ ഈജിപ്തിൽ നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത്. മോശയുടെ പരദേശവാസം നമുക്ക് അവിടെ കാണുന്നുണ്ട്. 40 വർഷം ഇസ്രായേൽ ജനത്തെ മോശ നയിച്ച്. മോശയുടെ ശേഷം യോശുവനെ ആ ചുമതല കർത്താവ് ഏൽപ്പിക്കണേ. മോശ ദൈവത്തിൻ്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിട്ട് തന്നെ ദൈവം പറയുന്ന പോലെയൊക്കെ തന്നെ മോശ ചെയ്തു. മോശ നമുക്ക് ഒരു വിധത്തിനും കുറ്റം പറയാനില്ല. കാരണം മോശനെപ്പറ്റി പറയുന്നില്ല, എൻ്റെ ദാസനായ മോശയെപ്പോലെ സൗമ്യൻ ഭൂമിയിൽ ആരുണ്ടെന്ന്. ഇതാണ് ദൈവം മോശനെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ഇന്ന് നോക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്ന പാസ്റ്റർമാരെ നമ്മൾ നോക്കും, അല്ലെ പുരോഹിതന്മാരെ നോക്കും. തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ, തിമോത്തിയോസ് 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നുണ്ട് ഒരു പാസ്റ്റർ എങ്ങനെയായിരിക്കണം, അല്ലെ ഒരു പുരോഹിതൻ എങ്ങനെയായിരിക്കണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 തിമോത്തിയോസിൻ്റെ ബൈബിളിൽ 1 തിമോത്തിയോസിൻ്റെ 3-ാം അധ്യായം തുടങ്ങി താഴത്തോട്ട് വായിക്കുമ്പോൾ അവിടെ 3-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 7 വരെയും വായിക്കണം. 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 7 വരെയും വായിക്കണം. ഒരു പുരോഹിതൻ എങ്ങനെയായിരിക്കണം, ഒരു പാസ്റ്റർ എങ്ങനെയായിരിക്കണം, ജനത്തെ നയിക്കുന്ന പാസ്റ്റർ എങ്ങനെയായിരിക്കണം, ശാന്തശീലനായിരിക്കണം, ജനത്തോട് മനസ്സലിവുള്ളൊരു മനസ്സവന് വേണം, ഉപദേശിക്കേണ്ട വിധത്തിൽ ഉപദേശിക്കാൻ സമർത്ഥനായിരിക്കണം, ഇളയ ശിഷ്യനും അരുതെന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. 37-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ദേശത്ത് പാടത്ത് വിശ്വസ്ത ആചരിക്കാണ്.
അത് തന്നെയാണ് ഈ തീമോഥെയോസിലെ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. നല്ല സാക്ഷ്യമുള്ളവനായിരിക്കണം ദൈവവേല ചെയ്യേണ്ടത്. ഇന്നത്തെ സാഹചര്യം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 1 തീമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 7 വരെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ക്വാളിറ്റികളൊന്നും ഒരു പാസ്റ്റർമാരിലും കാണാനില്ല, ഒരു പുരോഹിതന്മാരിലും കാണാനില്ല. ഞാൻ അവരെ ആരെയും വില കുറഞ്ഞ് കാണുകയോ കുറച്ച് കാണിക്കുകയോ അവരെ കുറ്റം പറയുകയല്ല. ഈ ബൈബിളിൽ പറയുന്ന ക്വാളിറ്റികളൊന്നുമില്ല. കാരണം നമുക്ക് കുറച്ച് നേരം അവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഈ പാസ്റ്റർമാരോടാകട്ടെ ഈ പുരോഹിതന്മാരോടാകട്ടെ നമ്മൾ കുറച്ച് നേരം അവരോട് സംസാരിക്കുമ്പോൾ ദയയും മനസ്സലിവുള്ളൊരു മനസ്സ് അവരിൽ കാണാൻ അപൂർവം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ചില ദൈവദാസന്മാരുണ്ട്, അങ്ങനെ ചില പാസ്റ്റർമാരുണ്ട്, ചില പുരോഹിതന്മാരുണ്ട്. ഇല്ലെന്ന് ഞാൻ തീർത്ത് പറയാൻ പറ്റിയില്ല എനിക്ക്. കാരണം നല്ല മനസ്സലിവുള്ള ദൈവദാസന്മാരുണ്ട്, സ്വന്തം മക്കളെപ്പോലെ കാണുന്നവരുണ്ട്, മറ്റുള്ള അവരുടെ പ്രയാസം എൻ്റെ പ്രയാസമായി കാണുന്നത്, അങ്ങനെയുള്ള ദൈവദാസന്മാരുണ്ട്. സ്വന്തം കുടുംബത്തെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം, സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കാണുമ്പോൾ എൻ്റെ ആലയത്തിന് ആഹാരം ഉണ്ടാക്കേണ്ടതിന് ദശാംശം മുഴുവനും കൊണ്ടുവരുമെന്നാണ് അവിടെ എഴുതി വെച്ചത്. അതുമേ പിടിച്ചാണ് കടിച്ചു തൂങ്ങുന്നത് മിക്ക പാസ്റ്റർമാരും. കാരണം എൻ്റെ ആലയത്തിന് ആഹാരം ഉണ്ടാക്കിയതിന് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഭക്ഷണമെങ്കിലും ഉച്ച സമയത്ത് ലഘു ഭക്ഷണമെങ്കിലും, ഒരു ചായ, ഒരു കടി, അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം, ഒരു ചെറിയൊരു കടിയെങ്കിലും അവർക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സഭകളുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. ഈ പൈസ കറക്റ്റായിട്ട് മേടിക്കും. ചില സ്ഥലത്ത് ഇത് കൊടുക്കുകയില്ല, അവർ പൈസ ഭ്രാന്തന്മാർ തന്നെ. ഞാനീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ എഴുതിയേക്കണ ഒരു ക്വാളിറ്റി ഇവരിലില്ല. ദ്രവ്യാഗ്രഹി ആകരുതെന്ന് തന്നെയാണ് എഴുതി വെക്കണം. അതിൻ്റെ അകത്ത് അങ്ങാട് കൊടുക്കുക, ഇങ്ങാട് മേടിക്കുന്നവരാകരുതെന്ന് എഴുതി വെച്ചണം. ആവർത്തന പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് നീയോ വായ്പ മേടിക്കുന്നവനാകരുത്, കൊടുക്കുന്നവനാകണം. ഇങ്ങനെ ക്വാളിറ്റികൾ ഒരുപാട് പറയുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെയും മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരാൻ കാരണം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പാസ്സായി ചമയാം, ഒരു പുരോഹിതനായിട്ട് നമുക്ക് ചമയാം, എങ്ങനെ വേണമെങ്കിലും പോവാം. പക്ഷേ ദൈവത്തിൻ്റെ ജീവപുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നമ്മുടെ പേര് വരണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 തുടങ്ങി താഴ്ത്താട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കെ തന്നെയെന്ന് തന്നെ എഴുതി വെച്ചാണ്. അതുപോലെ എസെക്കിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. കുറച്ച് താഴ്ത്താട്ട് എസെക്കിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ താഴ്ത്താട്ട് കുറച്ച് വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നുണ്ട്, എൻ്റെ പേർ വലിച്ചാർത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ ഞാൻ അവരുടെ പേര് എഴുതുകയില്ല, എൻ്റെ മന്ത്രിസഭയിൽ അവർ കൂടുകയുമില്ല, ഇസ്രായേൽ ദേശത്ത് അവർ കടക്കുകയുമില്ലെന്ന് തന്നെ എഴുതി വെച്ചാണ്. അപ്പോൾ പേർ വലിച്ചാർത്ത് തന്നെ പുസ്തകമുണ്ട്, ജീവപുസ്തകമുണ്ട്, ഓർമ്മയുടെ പുസ്തകമുണ്ട്. ഇങ്ങനെ 3-4 പുസ്തകങ്ങൾ ദൈവസന്നിധിയിലുണ്ട്. അത് ബൈബിളിൽ വ്യക്തം, ബൈബിൾ വായിക്കുന്ന വ്യക്തികൾക്ക് അത് മനസ്സിലാവും. ഞാൻ എല്ലാം വാക്യങ്ങളെ എടുത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ പുറപ്പാട് പുസ്തകത്തിൽ മോശനെ പറ്റി നമ്മൾ കാണുമ്പോൾ മോശ ദൈവഗൃഹത്തിലൊക്കെയും വിശ്വസ്തനായിട്ട് തന്നെ പോയി. ഇന്നത്തെ ദൈവദാസന്മാരെ പറ്റിയും ഇന്നത്തെ പുരോഹിതന്മാരെ പറ്റിയും നമ്മൾ നോക്കുമ്പോൾ ജനത്തെ എങ്ങനെ പറ്റിക്കാൻ പറ്റും, ജനത്തെ എങ്ങനെ പിഴിയാൻ പറ്റും, ജനത്തെ ഏത് വിധത്തിൽ തൻ്റെ സഭയിലുള്ള വിശ്വാസികളെ എങ്ങനെ പിഴിയാൻ പറ്റും, തൻ്റെ പള്ളിയിലുള്ള വിശ്വാസികളെ ഏത് വിധത്തിൽ പിഴിഞ്ഞ് വിശറാക്കാൻ പറ്റും. ഇതാണ് പുരോഹിതന്മാരും ഈ പാസ്റ്റർമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനവരെ കുറ്റം പറയണമെന്ന് വിചാരിക്കരുത്. ബൈബിളും അവരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തീമോഥെയോസിൻ്റെ ലേഖനം 1 തീമോഥെയോസ് 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഈ മോശ 40 വർഷം ജനത്തെ നടത്തി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുന്നത്. ഈ മോശയുടെ മെയിൻ ശുശ്രൂഷകനായിരുന്നു യോശുവയും കാലേബും എന്ന് പറഞ്ഞ വ്യക്തി. 40 വർഷം കഴിഞ്ഞപ്പോൾ മോശയുടെ കാലയളവ് തീരാറായപ്പോൾ ദൈവം മോശനെ വിളിച്ചുകൊണ്ട് പോകാൻ സമയമായപ്പോൾ ദൈവം മോശയുടെ കാലം അത് കഴിഞ്ഞ് യോശുവിനെ വിളിക്കണം ദൈവം. അവിടെ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നുണ്ട്, 40 വർഷം മോശയുടെ കൂടെ ആയിരുന്ന ഈ യോശുവ എല്ലാ കാര്യങ്ങളും യോശുവയ്ക്കറിയാം. കാരണം മോശയുടെ ശുശ്രൂഷകന്മാർ മെയിൻ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, ശുശ്രൂഷകളിൽ എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ യോശുവയും കാലേബുമായിരുന്നു. അപ്പോൾ അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം അവിടെ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം
ഒന്നാം അധ്യായം നമ്മൾ താഴ്ത്താട്ട് വായിക്കുമ്പോൾ 9 വരെയും വായിക്കണം. ഒന്നാം അധ്യായത്തിൻ്റെ 9 വാക്യം വരെയും വായിക്കണം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9 വരെയും വായിക്കണം. അവിടെ കാണുന്നത് 4 പ്രാവശ്യമാണ് ദൈവം യോശുവിനോട് പറയുന്നത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്, ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, ഞാൻ മോശനോട് കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നു. അപ്പോൾ ദൈവം കൂടെ ഇരിക്കുന്ന പാസ്റ്റർമാരെ നമുക്ക് കുറച്ച് നേരം അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ദൈവം കൂടെയുള്ള വ്യക്തികളെ മനസ്സിലാവും. നമുക്ക് പുരോഹിതനാകട്ടെ ആരാകട്ടെ, ദൈവം അവരോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ ഇടപെടലിലൊക്കെ മനസ്സിലാവും. ഇന്നത്തെ ന്യൂജൻ സഭകളും ഇന്നത്തെ ഒരുപാട് ഇങ്ങനെ നെല്ലിക്കാക്കോട്ട ചൊരിഞ്ഞ പോലെ ഇഷ്ടംപോലെ സഭകളുണ്ട്. പക്ഷേ ഈ വചനം അനുസരിച്ച് പോവുക എന്ന് പറഞ്ഞാൽ ദ്രവ്യാഗ്രഹത്തിൽ കിടന്ന് ഉരുളാണ്. പകുതി മുക്കാലും ദൈവദാസന്മാരും പകുതി മുക്കാലും ദൈവമക്കളും ഇന്ന് ലോകപ്രകാരം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കർത്താവ് പറയുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമി വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ദൈവം ചോദിക്കണം. ദൈവം യോശുവയുടെ അടുത്ത് 40 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ കടന്നു വരുന്നത്. മോശയുടെ മരണശേഷം 40 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും. കാരണം എന്താ? ഇവൻ തെറ്റിപ്പോകരുത് എൻ്റെ സന്നിധിയിൽ നിന്ന് എന്ന് ദൈവത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിട്ട് യോശുവയുടെ അടുത്ത് പിന്നെയും വന്നിട്ട് പറഞ്ഞാണ് 4 പ്രാവശ്യം പറഞ്ഞത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്, അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയെന്ന്. അപ്പോൾ ദൈവം അവനെ ആഴമായി സ്നേഹിക്കുന്നത്, താൻ തിരഞ്ഞെടുത്തുകൊണ്ടാണ് താൻ അവൻ്റെ അടുത്ത് കൂടുതലും വരുന്നത്. മോശനെയും ദൈവം തിരഞ്ഞെടുത്തു. നമ്മ ദാവീദിനെ നോക്കുമ്പോഴും കാണുന്നുണ്ട്, ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്. ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാരെ പറ്റി നമ്മൾ കാണുമ്പോൾ ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ ഒന്ന് വായിക്കണം കേട്ടോ. 1 ശമൂവേൽ 16-ന്റെ 4-7 വരെ. എടോ 1 ശമൂവേൽ 16-ാം അധ്യായത്തിൻ്റെ 4-7 വരെ ഒന്ന് വായിക്കുക കേട്ടോ. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബേത്ലെഹേമിൽ ചെന്ന് പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവെങ്കിൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിനവൻ, ശുഭം തന്നെ, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വന്നിരിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീനെന്ന് പറഞ്ഞു. അവൻ ഇശ്ശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ചു, അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുൻപാകെ, അവന്റെ അഭിഷക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയെ ഹൃദയത്തെ നോക്കുന്നു. മതി. ഇവിടെ ദൈവം ദാവീദിനെ തിരഞ്ഞെടുക്കുന്ന രീതി അവിടെ നമ്മൾ കാണുന്നുണ്ട്. ശൗലിനെ തിരഞ്ഞെടുക്കുന്നതും അവിടെ നമ്മൾ കാണുന്നുണ്ട്. ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കാൻ വേണ്ടി ദൈവം ശമൂവേലിനെ അടക്കണേ. ഈ ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 4-13 വരെയും വായിക്കണം. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 4-13 വരെയും വായിക്കുമ്പോഴാണ് ഈ ദാവീദിനെ തിരഞ്ഞെടുക്കുന്ന വിധം അവിടെ പറയുന്നത്. അപ്പോൾ അവൻ്റെ ജ്യേഷ്ഠന്മാർ 7 പേരുണ്ട്. 8 മക്കളാണ് ഇശായിക്ക്. ഈ ദാവീദാണ് 8ാമത്തെ ആൾ. ദാവീദ് ആടുകളെ മേയ്ക്കണയായിരുന്നു, കാട്ടിൽ പോയി. ബാക്കി ഇവൻ്റെ ഈ ഇശായിയുടെ മക്കൾ 3 പേര് ശവലിൻ്റെ കൂടെ യുദ്ധത്തിനൊക്കെ പോണ മെയിൻ വ്യക്തികളാണ്. അത് നല്ല ഒത്ത ആരോഗ്യമുള്ളതും നല്ല ഒത്ത പൊക്കമുള്ളതും വെളുത്തത് നല്ല സുന്ദരന്മാരായ കോമളന്മാരായ വ്യക്തികളാണ് ഈ ദാവീദിൻ്റെ 3 ജ്യേഷ്ഠന്മാർ. അവർ നല്ല കാണാനൊക്കെ കൊള്ളാവുന്നവർ, ആരോഗ്യമുള്ളവർ, കഴിവുള്ളവരാണ്. പക്ഷേ ദൈവം അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇവരെ തിരഞ്ഞെടുത്തില്ലെന്ന്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കിയാണ് തിരഞ്ഞെടുക്കുന്നത്, ദൈവം ഹൃദയത്തെ നോക്കി തിരഞ്ഞെടുക്കുന്നു. അവിടെ അതിൻ്റെ ഒന്നും കൂടി വായിച്ചത് 16-ാം അധ്യായത്തിൻ്റെ 4. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബേത്ലെഹേമിൽ ചെന്ന് പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവെങ്കിൽ വിറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിനവൻ, ശുഭം തന്നെ, ഞാൻ
യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. ആ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീൻ എന്ന് പറഞ്ഞു. അവൻ ഇസ്രായേൽ അവന്റെ മക്കളെയും ശുദ്ധീകരിച്ചു, അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുൻപാകെ അവന്റെ അഭിഷേകം ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട് അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. അതൊന്നും കൂടി വായിച്ചാൽ എത്ര വാക്യം? 6-ാം വാക്യം. 6-ാം വാക്യം. 1 ശമൂവേൽ 16:6 അത്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്ന ദൈവം പറഞ്ഞു. യോഗ്യവന്മാരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മനുഷ്യൻ പുറമേ നോക്കി പുറമേ വിലയിരുത്തുന്ന വ്യക്തികളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നല്ല വണ്ണവും നല്ല പൊക്കവും 2 നില വീടും കാറും സൗകര്യമുള്ള വ്യക്തികളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പച്ചക്ക് പറഞ്ഞു ഞാൻ മനുഷ്യൻ നോക്കണ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പച്ചക്ക് തന്നെ ഞാൻ പറഞ്ഞത്. എനിക്ക് ആരും പേടിയില്ല, ഞാൻ ഉള്ള കാര്യം തുറന്നു പറയും. മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന ഈ ക്വാളിറ്റികളാണ്. 2 നില വീടുണ്ടാവന്, അല്ലെങ്കിൽ ഒരു 10 ഏക്കർ സ്ഥലമുണ്ടാ, അവന് ബാങ്ക് ബാലൻസ് ഉണ്ടാ, ഇതാണ് മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ദൈവം തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ഞാനീ പറഞ്ഞു വേണ്ടത്. അവൻ്റെ വണ്ണമോ പൊക്കമോ ഒന്നും നോക്കരുതെന്നാണ് അവിടെ എഴുതി വെച്ചത്. ദൈവം അവനെ തള്ളിക്കളഞ്ഞെന്നാണ് അവിടെ എഴുതിക്കണം. അതുപോലെ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ാം അധ്യായം ഒന്ന് വായിക്കും. അവിടെ ഇങ്ങനെ പറയുന്നത്, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായ ദൈവത്തിന് അറപ്പാണെന്ന് തന്നെ പറയുന്നത്. മനുഷ്യൻ പുറമേ ഉള്ള ഇതാണ് നോക്കുന്നത്, ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു. അപ്പോൾ ദാവീദിനെ കാഴ്ചയിൽ നോക്കുമ്പോൾ അവന് യാതൊരു ക്വാളിറ്റിയുമില്ല, യാതൊരു യോഗ്യതയില്ല. ചെറിയ ഒരു ചെക്കൻ, അധികം പൊക്കമൊന്നുമില്ല, ചെറുപ്പക്കാരനൊരു ചെറിയ ചെക്കൻ, അവന് അധികം പൊക്കമില്ല, വണ്ണമില്ല, തൊലി വെളുത്തതല്ല, ഇങ്ങനെ ക്വാളിറ്റികളൊന്നും അവന് പറയാനൊന്നുമില്ല. പക്ഷേ ദൈവം അവനെ തിരഞ്ഞെടുത്തെന്നാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്. ഈ ദൈവം തിരഞ്ഞെടുത്തതും മനുഷ്യൻ തിരഞ്ഞെടുത്ത കാര്യമാണ് ഞാനീ പറഞ്ഞു വരുന്നത്. 1 കൊരിന്ത്യർ ബൈബിളിൽ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 30 വരെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ദൈവം ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായത് തിരഞ്ഞെടുത്തുന്നു. ദൈവം ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായത് തിരഞ്ഞെടുത്തുന്നായിരിക്കണം. ആരും പ്രശംസിക്കാതിരിക്കാനും അഹങ്കരിക്കാതിരിക്കാനും ദൈവം അത് ചെയ്തു. മനുഷ്യൻ പുറമേയുള്ളത് വിലയിരുത്തുന്നു, പുറമേയുള്ള കാഴ്ചയിൽ. ഇപ്പോൾ ഒരു സഭയിൽ നമ്മൾ ചെന്നാലും അവർ ഇത്തിരി കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ തിരിഞ്ഞു നോക്കിയാൽ അവർ ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ കാണിക്കും. അത് തന്നെ ഒരു ചെറിയൊരു പളങ്ങിയ ചെരിയും ചിരിക്കും. പക്ഷേ അവരുടെ വിശേഷങ്ങളോ തിരക്കാനോ, നീ എവിടെ നിന്ന് വന്നാണ്, നീ എന്ത് ചെയ്യണം, ഇതൊന്നും ചോദിക്കാനുള്ള നേരമൊന്നും അവർക്കില്ല. എന്നാൽ തുള്ളലിനും അന്യഭാഷക്കും ഒരു കുറവുമില്ല. അന്യഭാഷക്കൊന്നും ഒരു കുറവില്ല, തുള്ളലിനും കുറവില്ല. പക്ഷേ ഏത് ആത്മാവാണെന്ന് തന്നെ ഒരു പിടുത്തവുമില്ല. ദൈവം തിരഞ്ഞെടുത്തവരുടെ പ്രത്യേകതകൾ അവർക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അവരുടെ പ്രത്യേകത അത് ആ ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം തന്നെ ആയിരിക്കും. നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവൻ വേഷത്തിൽ മനുഷ്യനായി മഹാരാജാവായ കർത്താവ്, രാജാതിരാജാവായ കർത്താവ് അവിടെ വേഷത്തിൽ മനുഷ്യനായി അവിടെ ഇറങ്ങി വന്ന ക്വാളിറ്റികളെ പറ്റി ഫിലിപ്പിയ ലേഖനം ഒന്ന് വായിച്ചോളൂ. 2-ാം അധ്യായം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം ഒന്ന് വായിക്കും. ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയോ മനസ്സലിയോ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമിടപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. കണ്ട, എന്നിട്ട് അവിടെ താഴത്തോട്ട് ഒന്നും കൂടി വായിക്കുന്നത് സാധ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുകയും. ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തു യേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിക്കാതെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും മതി. അപ്പം
ഫിലിപ്പിലേഖനം 2-ാം അധ്യായം നമ്മൾ താഴ്ത്തട്ട് കുറച്ച് വായിക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ ക്വാളിറ്റി അവിടെ പറയുന്നുണ്ട്. ഈ ക്വാളിറ്റി, ക്രിസ്തുവിൻ്റെ ക്വാളിറ്റി ഇല്ലാത്ത ഒരുത്തനും സ്വർഗരാജ്യത്തിൻ്റെ പടി കയറുകയില്ല. അതാണ് കർത്താവ് പറഞ്ഞ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കാണുകയില്ല. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കില്ലെന്ന് തന്നെയാണ് യേശു അവിടെ പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 42 തുടങ്ങി 45 വരെ. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒടുക്കത്തവനാകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് പോവുകയില്ല ഒരാൾ. ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒടുക്കത്തവനാകണമെന്ന്. അത് നടക്കാത്ത കാര്യമാണ്. പക്ഷേ നടന്നേ പറ്റൂ. ആ വീട്ടിൽ കർത്താവ് ഒരിക്കൽ വീട്ടിൽ പോകണമെങ്കിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഒടുക്കത്തവനായി മാറുക തന്നെ വേണം. അതാണ് കർത്താവ് ആ അന്ത്യ അത്താഴ സമയത്ത് കർത്താവ് കാണിച്ചത് വ്യക്തമായിട്ട്. ആ ശിഷ്യന്മാരെ കാല് കഴുകുന്ന ഒന്ന് നോക്ക്. മഹാരാജാവ്, അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥൻ, താൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മഹാദൈവമായവൻ, ഈ അല്പനേരത്തേക്ക് കാണുന്ന ആവിയായ മനുഷ്യൻ്റെ കാല് കഴുകാൻ വേണ്ടി ഇറങ്ങി വന്നു. ഒന്ന് ചിന്തിച്ച് നോക്കും. അതാണ് ഫിലിപ്പിലേഖനം 2-ാം അധ്യായം വായിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം. അവൻ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കണമെന്ന് അവിടെ എടുത്തു പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 6 വരെയും 7 വരെയും വായിക്കണം. തീമോഥെയോസിൻ്റെ ലേഖനം 1 തീമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 7 വരെയും വായിക്കണം. ഒരു പാസ്റ്ററിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ പറയുന്നത്. ഈ ക്വാളിറ്റികളൊന്നും ഇല്ലാത്തവന്മാരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. പിന്നെ ഞാൻ പാസ്സാണ്, ഞാൻ പുരോഹിതനാണെന്നും പറഞ്ഞ് ഇങ്ങനെ ജനത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ച് പോകാം. സിനിമ നടന്മാരെക്കാളും അഭിനയിക്കുന്ന വ്യക്തികളാണ് പാസ്റ്റർമാരും ഈ പുരോഹിതന്മാരൊക്കെ. പക്ഷേ വചനം അനുസരിച്ച് പോകുക എന്ന് പറഞ്ഞാലേ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവവചനം അനുസരിച്ച് തന്നെ പോകാത്തവൻ ആരും ആ സ്വർഗരാജ്യത്തിൻ്റെ പടി കയറുകയില്ല. പരുന്ത് എത്ര ഉയരത്തിൽ പറന്നാലും അത് വെള്ളം കുടിക്കണ താഴ്ത്തു തന്നെ വന്നു. നമ്മൾ എത്ര ഉന്നത പദവിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ സാധാരണക്കാരനായി തന്നെ മരിക്കേണ്ടി വരും. നമ്മുടെ മരണം അങ്ങനെ തന്നെയായിരിക്കും. കാരണം വചനത്തിന് അങ്ങനെ തന്നെ പറയുന്നത്. ദാവീദിൻ്റെ മരണത്തെപ്പറ്റി നോക്ക്. നല്ല വാർത്തക്കെതിരെ അവൻ അടക്കപ്പെട്ടു. മോശയുടെ മരണത്തെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. 120 വയസ്സ്, കണ്ണിന് കാഴ്ച മങ്ങിയിട്ടില്ല, ശരീരത്തിന് ഒരു കേടുമില്ല. ദൈവം അവനെ വിളിച്ചിട്ട് പോണ സമയത്ത് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിലാണ് അവൻ്റെ മരണം. അത് ദൈവം തിരഞ്ഞെടുത്തവരുടെ കാര്യം ഞാൻ ഈ പറഞ്ഞു തന്നെ. ഇപ്പോഴത്തെ കാലയളവ് ഒന്ന് വെച്ച് നോക്ക്. ക്യാൻസർ രോഗിയായിട്ടും പാസ്റ്റർമാരുടെ ഭാര്യമാരാകട്ടെ ക്യാൻസർ രോഗിയായിട്ട് പാസ്റ്റർമാരും ഒക്കെ ഒരുപാട് വിശ്വാസികളൊക്കെ തന്നെ ആസ്പത്രിയിലും. ഞാൻ പറഞ്ഞ നമ്മൾ മരുന്ന് മേടിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധം കുറയുമ്പോഴാണ് ഇല്ലാത്ത ഗുലുമാലുകളൊക്കെ നമ്മളൊക്കെ ഏർപ്പിടിക്കുന്നത്. നമ്മൾ താഴ്മയോടെ നടക്കാൻ മികയുടെ പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ താഴ്മയോടെ നടക്കാനല്ലാതെ ഞാൻ എന്താകുമെന്ന് നിന്നോട് ആവശ്യപ്പെടുന്നു. ഈ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം നമ്മൾ കാണാതെ പഠിക്കേണ്ട വാക്യമാണ്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ വന്നു. ആത്മാവിൻ്റെ കൂട്ടായ്മ വല്ലതും ഉണ്ടോ എന്ന് അവിടെ ചോദിക്കണം. ആത്മാവിൻ്റെ കൂട്ടായ്മ വല്ലതും ഉണ്ടാകുന്ന അവിടെ ചോദിക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ താഴ്ത്താട്ട് വായിക്കുമ്പോൾ കാരണം ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മ ഉണ്ടാകുന്നു. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ ഇവിടെ നിന്ന് ഇപ്പുറത്ത് ഒരുത്തൻ ഇരിക്കണം. അവൻ എവിടെ നിന്ന് വന്നാണ്, എങ്ങനെയുള്ളവനാണ് ഒന്നും ഈ അന്യഭാഷ പറഞ്ഞവന് മനസ്സിലാവുന്നില്ല. അവൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ്റെ വീട്ടിൽ ചിലപ്പോൾ കഞ്ഞി വെച്ചിട്ടുണ്ടാകില്ല. അവൻ ചിലപ്പോൾ വല്ല ബുദ്ധിമുട്ട് അനുഭവിച്ച് ഭാരത്തോടെ പോകുന്ന വ്യക്തിയായിരിക്കും. അവൻ്റെ ഇതൊന്നും കാണാൻ ഇവന് പറ്റൂല. അന്യഭാഷയ്ക്ക് ഒരു കുറവുമില്ല. ഞാനീ പറഞ്ഞു തന്നെ ആരും കുറ്റം പറയുന്നെന്ന് വിചാരിക്കരുത്. ഇന്ന് കാണുന്ന ഈ പോക്ക് ഇന്നത്തെ ഈ പോക്ക് പോയി കഴിഞ്ഞെന്നാൽ കാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കർത്താവ് എടുത്തു പറയുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമി വിശ്വാസം കണ്ടെത്തുമോ എന്ന് അവിടെ എഴുതി വെച്ചാണ് വചനത്തിൽ. അപ്പോൾ നമ്മൾ ദൈവകൽപ്പന അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയാലേ ദൈവരാജ്യത്തിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ എഴുതിയേക്കണത്. 21-ാം അധ്യായം 20-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കണം വെളിപ്പാട് പുസ്തകത്തിൽ.
ബോഷ്ക്ക് പറയുന്നവൻ അങ്ങോട്ട് പോകുകയില്ല. ചതിയും വഞ്ചനയും തട്ടിപ്പും എടുത്ത് മറ്റുള്ളവൻ്റെയും പിടിച്ച് പറിച്ച് സ്വോത്രകാഴ്ച ദശാംശത്തിന് കണക്ക് പറഞ്ഞ് മേടിക്കുക. ഇന്നത്തെ ന്യൂജൻ സഭകളും അല്ലാത്ത സഭകളും കണക്ക് പറഞ്ഞാണ് കാശ് മേടിക്കണം. ഈ രീതികളൊക്കെ മാറണം നമ്മൾ. കാരണം നമ്മൾ മേടിക്കുന്നവരാകരുത്, കൊടുക്കുന്നവരാകാനാണ് കർത്താവ് വചനത്തിൽ വായിക്കുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് കർത്താവ് അവനെ നടത്തും. ഈ ഇസ്രായേൽ ജനത്തെ മോശ നയിച്ചപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം തുടങ്ങി ആവർത്തന പുസ്തകം വരെ, ആവർത്തന പുസ്തകത്തിൻ്റെ അവസാനം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നുണ്ട് മോശ ജനത്തെ നടത്തിയ വിധങ്ങൾ. അവരുടുത്ത വസ്ത്രം ജീർണിച്ചു പോയില്ല, അവരിട്ട കാലിലെ ചെരുപ്പ് പോലെ തേഞ്ഞു പോയില്ലെന്ന് അവിടെ വചനം വായിക്കുന്നു. അവർക്ക് ഒന്നിനും കുറവില്ല എന്നാണ് അവിടെ വചനം വായിക്കുന്നത്. ആ ദൈവം തന്നെയല്ലേ ഇന്നും ജനത്തെ നടത്തുന്നത്. പക്ഷെ നമ്മൾ അത്യാഗ്രഹത്തിൻ്റെ കൊടുമുടിയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് മറ്റവൻ ജീവിക്കുന്ന രീതി നമ്മൾ നോക്കും. നമുക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകരുത് ഒരിക്കലും. നമ്മൾ ഇല്ലാത്ത ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മെനക്കെടുമ്പോഴാണ് നമ്മൾ കഷ്ടത്തിലാണ്. ഓരോരുത്തരുടെ ജീവിത രീതി അനുകരിക്കാൻ ദൈവം വചനത്തിൽ പറയുന്നില്ല. അതാണ് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്. വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തിപ്പെടുത്തുന്ന യേശുവിനെ മാത്രം നോക്കാനാണ് വചനത്തിൽ വായിക്കുന്നത്. വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തിപ്പെടുത്തുന്ന യേശുവിനെ മാത്രമേ നോക്കാൻ പാടുള്ളൂ. കാരണം യേശുവിൻ്റെ രീതി കണ്ടുപഠിക്കാനായി പറയണം. കർത്താവിൻ്റെ സ്വഭാവം നമ്മളിൽ വരണം, കർത്താവിൻ്റെ രീതി നമ്മൾ പിന്തുടരണം. കർത്താവ് ആദ്യമേ 5000 പേരെ തിരഞ്ഞെടുത്തു. 5000 പേര് കർത്താവിൻ്റെ കൂടെ കൂടി, തിരഞ്ഞെടുത്തതല്ല, 5000 പേര് കർത്താവിൻ്റെ കൂടെ കൂടി. അത് കഴിഞ്ഞ് 4000 പേര് വന്നു, അത് കഴിഞ്ഞ് 70 പേര് വന്നു, അത് കഴിഞ്ഞ് 120 പേര് വന്നു. ലാസ്റ്റ് പേറ്റി എടുത്തപ്പോൾ 12 പേരുണ്ട് അവസാനം. ഇന്നും ഒരുപാട് സഭകളിൽ ഒരുപാട് വിശ്വാസികളുണ്ട്, പാസ്റ്റർമാരൊക്കെ ഉണ്ട്. പക്ഷേ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവ രാജ്യം എല്ലാവിധ മത്സ്യങ്ങളെ പിടിക്കുന്ന വലയോട് സദൃശ്യമെന്ന്. ദൈവം ഒന്ന് നല്ലോണം വീശിയിട്ട് കരയിൽ കൊണ്ടൊന്ന് പെറുക്കിയെടുക്കും. ആമോസിൻ്റെ പുസ്തകത്തിൽ എടുത്ത് പറയുന്നുണ്ട്, അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുന്ന പോലെ. ഉപകാദ്യത്തിൽ ആമോസിൻ്റെ പുസ്തകത്തിൽ എടുത്ത് പറയുന്നുണ്ട്, അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുന്ന പോലെ ഞാൻ ജനത്തെ അരിച്ചെടുക്കുമെന്ന്. ദൈവം ശുദ്ധീകരിക്കാതെ ഒന്നിനും ആ വീട്ടിൽ കയറ്റുകയില്ല. ഞാനീ പറഞ്ഞു വന്നത് കെടാത്ത തീ, ചാകാത്ത പുഴുവുള്ള സ്ഥലത്ത് പോകാതിരിക്കാനാണ് ഞാനീ പറഞ്ഞു വന്നത്. ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച ചൂടിൻ്റെ കാഠിന്യം ഭൂമിക്കടിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നത് 1500 ഡിഗ്രി ഭൂമിക്കടിയിൽ തിളച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞു ഇത് പത്രത്തിൽ വന്ന കാര്യം ഞാനീ പറഞ്ഞു. 1500 ഡിഗ്രി ഭൂമിക്കടിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അകത്ത് പുഴുക്കളുണ്ടെന്ന്. അപ്പം നരകത്തിൻ്റെ ഭയാനകമായ അവസ്ഥ വെളിപ്പാട് പുസ്തകത്തിൽ എടുത്തു പറയുന്നുണ്ട്. കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞത്? ശാസ്ത്രം ഇപ്പം ബൈബിളിലെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 100 ഡിഗ്രിയിൽ വെള്ളം തിളക്കുന്നു എന്ന് നമുക്കറിയാം. 100 ഡിഗ്രിയിലാണ് വെള്ളം തിളക്കണം. ഇത് 1500 ഡിഗ്രി തിളച്ചുകൊണ്ടിരിക്കണം, അതിൻ്റെ അകത്ത് പുഴുക്കളുണ്ടെന്ന്. ആ സ്ഥലത്തേക്കാണ് ഈ ദൈവത്തോട് പാപം ചെയ്യുന്ന, ദൈവവചനം അനുസരിക്കാതെ തോന്നിയ വിധത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ ദൈവം വലിച്ചെറിയാൻ വേണ്ടി ഇട്ടേക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞത്, അഗ്നി നരകം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട് അഗ്നി നരകത്തിൽ കുറേ ഐറ്റങ്ങൾ അവിടെ പറയുന്നുണ്ട്. അഗ്നി തടാകം, അഗ്നി നദി, ഇങ്ങനെ കുറേ ഐറ്റങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അവിടെ ഒരു കാലത്തും അതിൻ്റെ അകത്ത് പുറത്തു വരികയില്ലെന്ന് എഴുതിയേക്കണം. അതാണ് നിത്യതയും പറഞ്ഞേക്കണം, നിത്യ അഗ്നിയും. ഒന്ന് മനുഷ്യന് ഒരുക്കി വെച്ചേക്കണം നിത്യത, രണ്ടാമത്തെ നിത്യ അഗ്നിയാണ് ഒരുക്കി വെച്ചേക്കണം. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ തോന്നിയ വിധത്തിൽ പോകുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോകാം, മറ്റുള്ളവൻ്റെ പറ്റിച്ച് ന്യായമല്ലാത്ത കാശുമൊക്കെ മേടിച്ച് ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പോകാം. പക്ഷേ നമ്മൾ നിശ്ചയമായിട്ട് പിടിക്കപ്പെടും. നിശ്ചയമായിട്ട് ദൈവം നമ്മളെ പിടിക്കും. നമുക്ക് കൂടി വന്ന ഒരു 60, 70, 80 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകാം. നമുക്ക് ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു സ്ഥലമുണ്ട്, പോണ സ്ഥലം. 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ് വരെ നമുക്ക് ഇവിടെ ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പോകാം. ഇത് കഴിഞ്ഞ് ഇന്ന് മരിച്ച നമ്മുടെ ആത്മാവ് എവിടെയായിരിക്കുമെന്ന ഒരു ബോധം നമ്മളെ ഭരിക്കണം. അത് ഭരിക്കാത്ത മനുഷ്യനാണ് നരകത്തിൽ പോകുന്നത്. സ്വർഗമുണ്ടാ നരകമുണ്ടാന്നൊക്കെ ചോദിച്ചാൽ ശാസ്ത്രം വരെ ഇപ്പം തെളിയിച്ചു കൊണ്ടിരിക്കണേ. എന്തിനു പറയുന്നു? ഇപ്പം ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധത്തെപ്പറ്റി വരെയും ബൈബിൾ എടുത്തു പറയുന്നുണ്ട്.
സക്കറിയാവിൻ്റെ പുസ്തകം വായിക്കണം. ബൈബിളിൽ സക്കറിയാവിൻ്റെ പുസ്തകം, എസെക്കിയേലിൻ്റെ പുസ്തകം 38 അധ്യായം 39 അധ്യായമൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ചത്ത ശവം എടുത്ത് മാറ്റാൻ 7 മാസം വേണ്ടി വരുന്നു. ആയുധങ്ങൾ തന്നെ തീ കത്തിക്കാൻ 7 വർഷം വേണ്ടി വരുമെന്നാണ് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ അവസാന യുദ്ധത്തെ പറ്റിയാണ് അവിടെ പറയുന്നത്. 7 വർഷം തന്നെ ആയുധം തന്നെ തീ കത്തിക്കുന്നു. ഇന്ത്യയിൽ നിന്നാണ് കുറുവടി വരെയും കൊണ്ടുപോകുന്നത്. കുറുവടി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഈ കുറുവടി ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. എന്താ കുറുവടി? കളരിക്കാർ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞത്, കളരി അഭ്യാസികൾ. മനസ്സിലായോ? അപ്പോൾ അവിടെ എന്തിനാണ് ഇത് കൊണ്ടുപോകണമെന്ന് വേണമെങ്കിൽ ചോദിച്ചേക്കാം. അവിടെ അതുകൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് അതല്ലേ പറയുന്നത് 7 വർഷം ആയുധങ്ങളെ തന്നെ തീ കത്തിക്കുന്നു, 7 മാസം ചത്ത ശവം എടുത്ത് മാറ്റാൻ വേണ്ടി വരുന്നു. സക്കറിയാവിൻ്റെ പുസ്തകം, ബൈബിളിൽ സക്കറിയാവിൻ്റെ പുസ്തകവും എസെക്കിയേലിൻ്റെ പുസ്തകമൊക്കെ ഒന്ന് വായിക്കണം, കാര്യങ്ങൾ അറിയണമെങ്കിൽ. ഇസ്രായേലിനെ തൊടുന്നവൻ കഠിനമായി മുറിവേൽക്കുന്നു. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെ കുറിച്ചാണ് ഈ പറയുന്നത്. ആ രാജ്യത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. ദൈവമക്കളെ തൊടുന്നവൻ്റെ ഗതികേട്, ദൈവമക്കളെ തൊടുന്നവൻ്റെ പാട് കണ്ടവർ ഭൂമിയിൽ ആരും ഉണ്ടാകില്ല. ദൈവമക്കൾക്കെതിരെ തിരിയുന്നവൻ, അവൻ്റെ കഷ്ടകാലം കണ്ടവർ ആരും ഉണ്ടാകില്ല. കാരണം ഒരു കുഴപ്പമില്ലാതൊക്കെ പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്നായിരിക്കും പണി വേണ്ടത്. വചനത്തിൽ എടുത്തു പറയുന്നു, നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. കൽപ്പന അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക സഹോദരന്മാരെ, സഹോദരിമാരെ. കൽപ്പന അനുസരിക്കാത്തവരാരും ദൈവം ഒരിക്കൽ നിത്യഭവനത്തിൽ പോകുകയില്ല. നമ്മൾ കുരിശിൽ കിടക്കുന്ന കള്ളനെ പറ്റി തന്നെ നോക്ക്. ഇത്തിരി നേരം കൊണ്ട് ആ കുരിശിൽ കിടക്കുന്ന വ്യക്തി ആരാണെന്ന് അവന് ബോധം വന്നു. അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമെന്ന്. അപ്പം ആ കള്ളൻ പോലും യേശുവിനെ തിരിച്ചറിഞ്ഞു. കുരിശിൽ കിടക്കുന്ന കള്ളൻ പോലും യേശുവിനെ തിരിച്ചറിഞ്ഞു. ഇവൻ രാജാവാണ്, ഇവൻ മടങ്ങി വരുമെന്ന് അവൻ വ്യക്തമായിട്ടും തിരിച്ചറിഞ്ഞു. ഇന്ന് മനുഷ്യനെ തിരിച്ചറിയുന്നില്ല. എല്ലാ ഭാഷകളും ഉണ്ട്. മനുഷ്യന് അന്യഭാഷയുണ്ട്, സകല ഭാഷയുമുണ്ട്. മനുഷ്യനെ തിരിച്ചറിയുന്നില്ല. പിന്നെ എങ്ങനെ ദൈവത്തെ കാണാത്ത ദൈവത്തെ? ഈ പോക്ക് നമ്മൾ പോകാതെ ദൈവകൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് ഇനി അല്പ ദൂരം മാത്രമേ സഞ്ചരിക്കാനുള്ളൂ. അധികം ദൂരമില്ല ഈ ഭൂമിയിലെ വാസം. അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. യുദ്ധങ്ങളും യുദ്ധശ്രീകളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമെന്ന് പണ്ട് കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണേ. പക്ഷേ ഇതിപ്പം ബാധിക്കലായിക്കൊണ്ടിരിക്കണേ ഏറ്റവും അടുത്ത്. ഇനി പോയത്രയും വണ്ടി ഓടില്ല, ഇനി പോയത്രയും പോകുകയില്ല. ഇപ്പോഴത്തെ ഭരണത്തെപ്പറ്റി, കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന ആ ഭരണത്തെപ്പറ്റി വരെയും ബൈബിളിൽ എടുത്തു പറയുന്നുണ്ട്. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ശൗൽ രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ, ദൈവം തിരഞ്ഞെടുത്തല്ല, ശൗൽ രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ ഞങ്ങൾക്കൊരു രാജാവിന് വേണമെന്ന് പറയും. അതാണ് ഇപ്പോൾ കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ രാജാവിൻ്റെ ക്വാളിറ്റി അവിടെ പറയുന്നുണ്ട്. 1 ശമൂവേൽ 8-ാം അധ്യായത്തിൻ്റെ 10 തുടങ്ങി ഒന്ന് വായിച്ചേ, 18 വരെ. 1 ശമൂവേൽ 8-ാം അധ്യായത്തിൻ്റെ 10 തുടങ്ങി 18 വരെ ഒന്ന് വായിക്കും. അങ്ങനെ രാജാവിനായി അപേക്ഷിച്ചു. ജനത്തോട് ശമൂവേൽ യഹോവയുടെ വചനങ്ങളെല്ലാം അറിയിച്ചു. പറഞ്ഞത് എന്തെന്നാണ്, നിങ്ങളെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം ഇതായിരിക്കും. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവലുമാക്കും. അവന്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടി വരും. അവൻ അവരെ 1000-നും 50-നും അധിപന്മാരും തന്റെ നിലം കൃഷി ചെയ്യുവാനും തന്റെ വിള കൊയ്യുവാനും തന്റെ പടക്കോപ്പും ഗോവർക്കോപ്പും ഉണ്ടാക്കുവാനും അവരെ നിയമിച്ചു. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാർത്തികളും വെട്ടുകാർത്തികളും അപ്പക്കാർത്തികളും ആയിട്ടെടുക്കും. അവൻ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും എടുത്ത് തന്റെ വൃദ്ധന്മാർക്ക് കൊടുക്കും. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശം എടുത്ത് തന്റെ ഷണ്ടന്മാർക്കും വൃദ്ധന്മാർക്കും കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തന്റെ വേലിക്കാക്കും. അവൻ നിങ്ങളുടെ ആടുകൾ 10-ലൊന്ന് എടുക്കും. 18 വരെ വായിച്ചാ. നിങ്ങൾ അവന് ദാസന്മാരായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും. മതി. ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന
ഭരണകർത്താവിനെ പറ്റിയാണ് ഈ 1 ശമൂവേൽ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10 തുടങ്ങി 18 വരെയും വായിക്കണം. 1 ശമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10 തുടങ്ങി 18 വരെയും വായിക്കണം. ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന രാജാവിൻ്റെ ക്വാളിറ്റിയാണ് പറയുന്നത്. ഇത് അതായത് 4000 വർഷങ്ങൾക്ക് അപ്പുറം എഴുതി വെച്ചേക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. പുസ്തകത്തിൽ ബൈബിൾ എഴുതി വെച്ചേക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. 4000 വർഷങ്ങൾക്ക് അപ്പുറം എഴുതി വെച്ചേക്കുന്ന കാര്യമാണ് ഞാൻ ഈ വായിച്ചത്. ഇപ്പോൾ ഭരിക്കുന്ന ഭരണത്തെപ്പറ്റി വരെയും ഇപ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന ഭരണത്തെ പറ്റി വരെയും ഈ ബൈബിൾ എഴുതി വെച്ചിരുന്നു. 1 ശമൂവേൽ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10 തുടങ്ങി 18 വരെ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് വായിച്ചു നോക്കണം. ഇപ്പോൾ ഭരിക്കുന്ന ജനനായകനെ പറ്റി. കാരണം ഭരണകർത്താക്കൾ ജനത്തെ അടിമകളാക്കുമെന്ന് പറഞ്ഞാൽ അവരെ പിഴിഞ്ഞ് വിശറാക്കുമെന്ന് തന്നെ എഴുതി വെച്ചാണ്. അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബൈബിളിൽ എഴുതിയേക്കണത് ഒന്നിനും ഒരു മാറ്റമില്ല. അത് അച്ചിട്ട പോലെ തന്നെ എല്ലാം നടന്നുകൊണ്ടിരിക്കണത്. ഇനി നടക്കാനായിട്ട് ഒരു ചെറിയ 1-2 കാര്യങ്ങൾ മാത്രമേ നടക്കാനുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം. പകുതി മുക്കാൽ കാര്യങ്ങൾ ബൈബിളിൽ എഴുതിയേക്കണം നടന്നുകൊണ്ട് തന്നെ ഇരിക്കണേ. നടന്നു കഴിഞ്ഞ കാര്യമാണ്. ഇനി കുറച്ച് കാര്യം മാത്രമേ ബൈബിളിൽ നടക്കാനുള്ളൂ. ഇപ്പോഴത്തെ പഠനം വരെയും ഈ ശമൂവേലിൻ്റെ പുസ്തകം 1 ശമൂവേലിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10 തുടങ്ങി 18 വരെയും വായിക്കുമ്പോൾ ഇപ്പം നടക്കുന്ന പഠനത്തെപ്പറ്റി വരെയും എഴുതിയിരിക്കുന്നു. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 12 തുടങ്ങി 14 വരെയും യേശു ഒരു വിരുന്ന് കഴിക്കണതിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ ആരെയൊക്കെ ക്ഷണിക്കണമെന്ന് ഒന്ന് വായിക്കണം കേട്ടോ. അത് ലൂക്കാട 14-ന്റെ 12 തുടങ്ങി 14 വരെ. അവൻ മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവ് പങ്കിടുവാനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. പിന്നെ അവരോട് സകല ദൃഢാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവനോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ ഞാൻ എന്ത് ചെയ്യേണ്ടു. അതല്ലടോ ലൂക്കോസിന്റെ 14-ാം അധ്യായത്തിന്റെ 12 വായിക്കും കേട്ടാ. ലൂക്കോസ് 14 ലൂക്ക വായിക്കും. സ്നേഹിതന്മാരെയും സഹോദരന്മാരെ ചാർച്ചക്കാരെ സമ്പത്തുള്ളവരെ അയൽക്കാരെ വിളിക്കരുത്. അവർ നിന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്ത് നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്ര അംഗവിനർ മുടന്തൻ കുരുടർ എന്നിവരെ ക്ഷണിക്കാം. എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനഃസ്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. ഇവിടെ മതി. ഇവിടെ വായിക്കുന്നുണ്ട്. യേശു ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 12 തുടങ്ങി 14 വരെയും വായിക്കുമ്പോൾ യേശു ഒരു വിരുന്ന് കഴിക്കണതിനെപ്പറ്റി അവിടെ എടുത്തു പറയുന്നുണ്ട്. മുടന്തൻ, അംഗഹീനൻ ഇങ്ങനെയുള്ളവർ വിളിക്കണമെന്ന്. ഇന്ന് വല്ലവരും അങ്ങനെയുള്ള പരിപാടിക്ക് വിളിക്കുക. കല്യാണത്തിനൊക്കെ ഈ മുടന്തനെയും കുടനെ ഊമനെയൊക്കെ വിളിക്കുക. ഒരാളും വിളിക്കില്ല. പക്ഷേ കർത്താവ് വിളിക്കും. അതാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ആത്മാവിൻ്റെ കൂട്ടായ്മ. ഈ ശരീരം കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വിട്ടു പോകും. ആത്മാവ് പോവുകയില്ല. ആത്മാവ് കർത്താവിനോടൊത്ത് ചേരും. അതുകൊണ്ടാണ് കർത്താവ് ആ വിരുന്നിനെ പറ്റി എടുത്തു പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 12 തുടങ്ങി 14 വരെ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് വായിക്കണം. കർത്താവ് പറഞ്ഞ വിരുന്ന് എന്താണ്? മുടന്തൻ, അംഗഹീനൻ, ചെകിടൻ ഇങ്ങനെയുള്ളവരെ വിരുന്നിന് വിളിക്കണമെന്ന്. ഇന്നൊരു കല്യാണത്തിന് മാന്യന്മാരെയല്ലേ വിളിക്കുന്നത്, യോഗ്യന്മാരെയല്ലേ വിളിക്കണം. അല്ലാത്ത സാധാരണക്കാരെ വിളിക്കും. അവരെ പടിയുടെ പുറത്ത് നിർത്തും അവരെ, ഇല്ലേ? ഇപ്പം നമ്മൾ ലൂക്കോസിൻ്റെ വിഷയത്തിൽ ഒരു ഉപമയെപ്പറ്റി പറയുന്നുണ്ടല്ലോ, ധനവാന് ലാസറും മരിച്ചതിനെപ്പറ്റി. അത് കേട്ടിട്ടുണ്ടാവും. അവൻ പടിയുടെ പുറത്ത് നിൽക്കണവനാണ്. മേശയിൽ നിന്ന് വീഴുന്ന അപ്പങ്ങൾക്ക് വീണ് അത് തിന്ന് വിശപ്പടക്കി കൊണ്ടുപോകുന്നു. ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് പടിയുടെ ഇതാണ് ഇങ്ങനെ പറയുന്നു, പടിപ്പുര എന്ന് പറയുന്നു. ചില വീടുകൾക്ക്, പഴയ കാലത്തെ വീടുകൾക്ക് പടിപ്പുരയുണ്ട്. ഇപ്പം ചില വീടുകൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ പടിപ്പുരയിൽ കൊണ്ട് വെച്ചേക്കും ഭക്ഷണം, ഈ ഇതിൽ നിന്ന് വീഴുന്നത്. അത് പെറുക്കി തിന്നാണ് ഈ ദരിദ്രൻ.
പക്ഷെ അവൻ മരിച്ചപ്പോൾ അബ്രഹാമിൻ്റെ മടിയിൽ പോയെന്ന് അവിടെ പറഞ്ഞു. ലാസർ മരിച്ചപ്പോൾ നരക, അതായത് നിത്യ അഗ്നിയിൽ. ഈ ബൈബിളിൽ എഴുതിയേക്കണത് വെറും കെട്ടുകഥകളൊന്നുമല്ല, കറക്റ്റ് കാര്യം എഴുതിയേക്കണത്. ഇവിടെ പറയുന്നു, യേശു പറഞ്ഞ വിരുന്നിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ലൂക്കായുടെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 12 തുടങ്ങി 14 വരെ നിങ്ങളൊന്ന് വായിക്കണം. നമ്മുടെ രീതികൾ, നമ്മുടെ സ്വഭാവമൊക്കെ മാറണം. കർത്താവ് വേഷം മാറ്റി വെച്ച് ശിഷ്യന്മാരെ കാല് കഴുകുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമല്ല. ഇന്ന് ഭൂമിയിൽ വന്നിട്ടുള്ള, നേരത്തെ വന്നിട്ടുള്ള, ഇപ്പോൾ ഉള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോഴും ഈ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ഒരു വ്യക്തിയുമില്ല. പക്ഷേ അങ്ങനെ നമ്മൾ മടങ്ങി വരുമെന്ന് കർത്താവ് പറഞ്ഞു. അതാ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഈ ക്വാളിറ്റികൾ ഇല്ലാത്ത ഒരുത്തനും ആ വീട്ടിൽ പോകില്ല. പാപബോധം ഒരുത്തനും പറയില്ല. പാപത്തെ പറ്റിയോ ഈ താഴ്ന്ന ഇതിലേക്ക് വന്ന കാര്യമൊന്നും ഒരാളും പറഞ്ഞു കൊടുക്കില്ല. ഇന്ന് സമൃദ്ധിയുടെ സുവിശേഷമാണ്. ഇന്ന് എങ്ങനെ ചില ആലോചന ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഉള്ളിൽ ചിരി വരാറുണ്ട്. ബ്രദർ അധികം താമസിക്കാതെ UK പോകാനായിട്ട് എല്ലാം ശരിയാവും കേട്ടോ. ബ്രദറിന് അധികം താമസമില്ലാതെ UK പോവാം. അത് തന്നെയല്ലേ ബ്രദറിൻ്റെ സ്ഥിതിയെല്ലാം മാറ്റാൻ ദൈവം ആഗ്രഹിക്കും. ഇതാണ് ഇന്നത്തെ സുവിശേഷം. അവൻ്റെ പാപത്തിൽ കിടന്ന് വിരയിക്കൊണ്ടിരിക്കുന്നവനെ പാപബോധം പെടുത്തുന്ന ഒരു സുവിശേഷം ഇന്നില്ല. ബൈബിൾ അനുസരിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബൈബിൾ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ രോഗികൾ സൗഖ്യമാകും. നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തികൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ നടക്കും. ഇന്ന് കൺവെൻഷൻ യോഗങ്ങളിലൊക്കെ വല്ല വിടുതൽ നടക്കുന്നുണ്ടോ? സഭകളിൽ വല്ല വിടുതൽ നടക്കുന്നുണ്ടോ? കാരണം എന്താ? ഹൃദയം ദൂരത്തിരിക്കുന്നു. ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനും എൻ്റെ ഭാര്യയും, എനിക്ക് കുറച്ച് സ്ഥലം എവിടെ നിന്ന് എങ്ങനെയും മേടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നല്ലൊരു വീട് എങ്ങനെയും വെക്കാൻ പറ്റുക, ഒരു 2-3 നിലയുടെ വീട്. ഇപ്പോൾ അടുത്ത ദൈവദാസന്മാരുടെ വീട് 6 കോടി 5 കോടിയുടെ വീടൊക്കെ ദൈവദാസന്മാരുടെ വീട്. പക്ഷേ ഇവന്മാരാരും ഈ സ്വർഗരാജ്യത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റുള്ളവൻ്റെ കഷ്ടതയും പ്രയാസങ്ങളും കാണാത്തിടത്തോളം കാലം, താഴത്തേക്ക് ഇറങ്ങി വരാത്തിടത്തോളം കാലം, ദൈവത്തിൻ്റെ ആത്മാവ് ആണ് നമ്മളിൽ വസിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് മറ്റുള്ളവരെ കഷ്ടം കാണാൻ പറ്റും. അതുകൊണ്ടാണ് യേശുവിൻ്റെ കൂടെ പുരുഷാരം 3 ദിവസമായി. അപ്പോൾ യേശു പറഞ്ഞെന്താണെന്നറിയാം? ഇവരിൽ ചിലർ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ 3 ദിവസമായി കൂടിയിട്ട് 5000 പുരുഷന്മാർ വന്നെന്ന് അവിടെ വചനത്തിൽ വായിക്കുന്നില്ലേ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ. അതിൽ യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഇവരിൽ ചിലർ ദൂരത്ത് നിന്ന് വന്നവരുന്നു. ആ ആത്മാവ് തന്നെയാണ് നമ്മളിൽ വസിക്കണം. ഈ അന്യഭാഷയും വെളിപ്പാടും പറഞ്ഞ ആത്മാവ് അത് തന്നെയാണ്. ആ യേശുവിൻ്റെ ആത്മാവ് തന്നെയാണ് നമ്മളിൽ. ഇവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരെന്ന് യേശുവിനെ അങ്ങനെ മനസ്സിലായത്. ആ യേശുവിൻ്റെ ആത്മാവാണ് നമ്മൾ പറയുന്ന അന്യഭാഷ, നമ്മൾ പറഞ്ഞ പ്രവചനം. നമ്മൾ തന്നെ പരിശോധിക്കണം നമ്മളിൽ വസിക്കുന്ന ഒറിജിനൽ ആത്മാവ് തന്നെയാണെന്ന്. നമ്മളിൽ ഒറിജിനൽ ആത്മാവാണെങ്കിൽ മറ്റുള്ളവനെ മനസ്സിലാവും. അതാണ് പത്രോസിനെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ വീട് കടപ്പുറത്താണ്, തോൽക്കലിനായ ശീമോൻ്റെ വീട്ടിൽ താമസിക്കണം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇന്ന് അങ്ങനെയുള്ള ആലോചന പറയുന്ന ദൈവദാസന്മാരൊന്നും ഇല്ല. പിന്നെ വെറുതെ കിടന്ന് എന്തോയൊക്കെ വിളിച്ച് കൂകണേ. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പ്രവാചകനും ഒരു പാസ്റ്ററിനെയും കയറ്റിയില്ല. കാരണം മൊത്തം തട്ടിപ്പാണെന്ന് എനിക്കറിയാം. ഞാൻ കുറേ അനുഭവിച്ച് ഇങ്ങനെയുള്ളവന്മാരുടെ, മനസ്സിലായോ? ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ഞാൻ നല്ലോണം അനുഭവിച്ചുകൊണ്ട് പറഞ്ഞു. അന്യഭാഷ പറഞ്ഞ പാസ്റ്റർമാർ, ആലോചന പറഞ്ഞ പാസ്റ്റർമാരൊന്നും ഞാൻ വീട്ടിൽ കയറ്റിയില്ല. കാരണം ആ ആത്മാവ്, ഒറിജിനൽ ആത്മാവ് എന്നോട് സംസാരിക്കാമല്ലോ. ഞാൻ ദൈവകൽപ്പന അനുസരിച്ച് തന്നെയാണ് പോണത്. എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ പോകുന്നുണ്ട് ദൈവകൽപ്പന അനുസരിച്ച് തന്നെ. ഒരു മനുഷ്യനെയും ദ്രോഹിക്കാതെ മറ്റുള്ളവൻ്റെ സങ്കടം കണ്ട അവനോട് മനസ്സലിവുള്ള ഒരു മനസ്സ് എനിക്കുണ്ട്. ഇന്ന് അങ്ങനെയില്ലല്ലോ, മറ്റുള്ളവരുടെ അലിവ് തോന്നുന്ന മനസ്സ്. തീമോഥെയോസിൻ്റെ ലേഖനം നമ്മൾ 3-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കും. എങ്ങനെയായിരിക്കണം ക്വാളിറ്റി എന്ന് അവിടെ എടുത്ത് പറയുന്നുണ്ട്. ഒരു ദൈവദാസൻ്റെ ക്വാളിറ്റിയെ പറ്റിയാണ് പറഞ്ഞത്. മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ വളർത്തുന്ന ദൈവദാസനായിരിക്കണം, കുടുംബം നന്നായി പുലർത്തുന്നവനായിരിക്കണം, പിന്നെ സഭയെ എങ്ങനെ ഭരിക്കുന്നവരായിരിക്കും എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തീമോഥെയോസിൻ്റെ 1 തീമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി 7 വരെയും വായിക്കണം. ഞാൻ അധികം വചനത്തിലേക്കൊന്നും പോകുന്നില്ല. ദൈവ ഈ വചനങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ.